വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. വേറെ ഒന്നല്ല, നല്ല മഴയും കാറ്റും ഒക്കെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് പേര്, അതായത് ഞാനും നിമിഷേച്ചും ശരത്തേട്ടനും ഇഷുവും റിക്കൂട്ടിനും കൂടിയിട്ട് വെറുതെ ഒന്ന് ഫുഡ് കഴിക്കാൻ ശ്രീകണ്ഠാപുരം വരെ പോകാമെന്ന് വിചാരിച്ചേട്ടാ. അങ്ങനെ ഇഷു സ്കൂളെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാമെന്ന് കേട്ടോ. അപ്പം അച്ഛൻ ടാറ്റ ബൈ ബൈ എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി കുറച്ച് മുന്നോട്ടെടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ പോകേണ്ടത്, വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. എന്നിട്ട് ആണ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കുട്ടീസിൻ്റെ വക ഹായ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ റബ്ബർ കാട് കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ടായിനെ. ഒരു മരത്തിൻ്റെ കൊമ്പാട് ഇങ്ങനെ വീണിട്ട് വഴിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മോളിങ്ങനെ സ്കൂളും വിട്ടിട്ടെല്ലാം വീഴുമ്പോൾ അത് സൈഡിലേക്കൊന്ന് മാറ്റി തന്ന് പിന്നെ ബാക്കി ചേർത്തിട്ട് തന്നെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിക്കൂട്ടിനും ഇഷുവും കഥയും പാട്ടൊക്കെ പാടിയിട്ട് പുറത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാഴ്ചകളെല്ലാം കാണുന്നുണ്ട്, മഴ കാണുന്നുണ്ട്, മരങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ നടുക്ക് തോടും പുഴയും കാടും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോളോ ഡീസലോ ഏതോ ഒന്നടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും സമയം എല്ലാവരും കണ്ടിട്ട് എന്നെ കണ്ടിട്ടില്ലല്ലോ അല്ലേ. ഞാൻ ഭയങ്കര മൊഞ്ചലായിട്ട് ഇറങ്ങിയതായിരുന്നു, പക്ഷേങ്കിൽ ഈ ക്യാമറയിൽ കാണുമ്പോൾ വയസ്സത്തിന് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോഴേക്ക് മഴ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ കറണ്ട് പോയിട്ടുണ്ട്.
അപ്പം ഇതിൽ റിക്കോർഡിനെ കണ്ട തല മാത്രമേ കാണുന്നുള്ളൂ. നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ കുരുത്തക്കേട് തുടങ്ങുമെന്ന് വിചാരിച്ച് നമ്മൾ നിന്നെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാക്കാണ്ട് മൂപ്പര് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവരോട് രണ്ടാളോടും ഹായ് പറയാൻ പറഞ്ഞതാണേ. ഈശോ നമ്മളെ കോൺഗ്രസിൻ്റെ ചിഹ്നെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റിക്ക് ഇടയ്ക്ക് ഹായ് പറയും, അവിടെ വെക്കും. അങ്ങനെ ഞാനും നിമിഷേച്ചി അപ്പുറം ഇപ്പുറവും നമ്മളെ എന്താ പറയണ്ടേ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്യാമറ കണ്ടപ്പം ഡീസൻ്റ് ആയത് കണ്ടില്ലേ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പുറത്ത് വേറെ സീറ്റുണ്ട്. നമ്മൾ പിന്നെ ഫാമിലി ഏരിയയിലായിരുന്നു കയറിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ പറയാം, ഓ ഭാഗ്യം ആരുമില്ല, അപ്പം പിള്ളേരായി കഴിഞ്ഞാൽ എങ്ങനെ വാരി തിന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ റിക്കുവിന് ചില സമയത്ത് ഒരു ഇറങ്ങി നടത്തുണ്ട്. നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വന്നു. പിന്നെ പ്ലേറ്റെല്ലാം എത്രയാണ് വേണ്ടതെന്ന് വെച്ചു. നമ്മൾ 5 ആളില്ല, നമ്മൾ 5 പ്ലേറ്റും തന്നിരിക്കുന്നത്. കാരണം റിക്കോർഡിന് ഒറ്റക്ക് തിന്നാനാണ് ഇഷ്ടം, അവന് വാരി കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം ഇപ്പം ചിലപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കും, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ റിക്കു എണീച്ച് നിന്നപ്പോൾ ശരത്തേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് വന്നിട്ടാകുമ്പം റിക്കുവിനെ ഇപ്പുറത്തിരുത്താം, അല്ലെങ്കിലോ നമ്മളെയും തിന്നാൻ വിടൂലെന്ന് കേട്ടോ. ശരത്തേട്ടൻ പറഞ്ഞേ സാരമില്ല. അപ്പം ഞാൻ നിമിഷിച്ച് അന്നേരം പറഞ്ഞ നടന്നത് തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന റിക്കോർഡിൻ്റെ സൊള്ളം ചിരിയാന്ന് കേട്ടോ. ഇതിൽ കാണുമ്പോൾ റിക്കോർഡ് സന്നി നിന്നേട്ടൻ തന്നെ ഒഴുകി വരുന്നു. സൊള്ളു വായിന്ന് ഒഴുകി വരുന്നു. സൊള്ളു വരട്ടെ. അങ്ങനെ നമ്മൾ കളിയാക്കി ലാസ്റ്റ് റിക്കൂട്ടൻ കരച്ചിൽ വന്നു കേട്ടോ. ഇങ്ങനെ ഓൻ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറയണ്ട ഫാനിൻ്റെ അത് പിടിച്ച് വലിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഓന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ടയും ചില്ലി ചിക്കനും ചില്ലി ബീഫും പിന്നെ ഫ്രൈഡ് റൈസ്, അതുപോലെ കുബൂസും, പിന്നെ നമ്മളെ അൽഫാമും. ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വേറെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ നടുക്ക് ഇവന് കൊടുക്കലും റിക്കോർഡിന് അങ്ങോട്ട് നടക്കലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പരമാവധി അവൻ അടങ്ങി നിന്നിട്ട് കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ റിക്കോർഡിനും ചേട്ടൻ്റെ കൂടെ പോയിട്ട് കൈയൊക്കെ കഴുകി വന്നു. നമ്മളിതാ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വീട്ടിലേക്ക് പാർസൽ വാങ്ങി കേട്ടോ. റിക്കോർഡ് എന്നത് അവിടെ അംഗം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സോഫയെല്ലാം ലാസ്റ്റ് 3 ആൾക്കാർ വന്നിട്ടായിരുന്നു ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതാ വണ്ടി കയറി. അപ്പം നമ്മൾ വണ്ടി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു നാട്ടിൽ കറണ്ട് ഇല്ല എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കടയിൽ ഇറങ്ങിയിട്ട് ചേത്തട്ടം പോയിട്ട് മെഴുകുതിരിയെല്ലാം വാങ്ങിച്ചു. അങ്ങനെ അവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നവരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.